ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അങ്കിളിൻ്റെ മോളുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് അവരുടെ വീട്ടിലേക്ക് എത്തി. പിന്നെ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് കല്യാണത്തിനൊക്കെ പോകേണ്ടത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കണം കേട്ടോ. ഞാനോട് പറയാം മമ്മി ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ ഈ ചമ്മന്തി മമ്മി ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ. അങ്കിളിൻ്റെ മോള് ഇതാ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ഐറ്റംസുകളൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ വാങ്ങിച്ചു, കുറച്ചൊക്കെ വീട്ടിലുണ്ടാക്കി. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഉണ്ട്, പിന്നെ നൈസ് പത്തിരി, അതുകൂടാതെ കപ്പയും ചട്നിയും, പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ കറി, അങ്ങനെയൊക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫോട്ടോ സെഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെ കല്യാണത്തിന് പോകുന്നതിന് മുൻപ് അഞ്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളായാലും അപ്പോഴേക്കും റെഡി ആവണം കല്യാണത്തിന് പോകാനായിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പാപ്പനെയും മാമനെയും കൂടെ കൂട്ടിയിട്ട് വേണം കല്യാണത്തിന് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയതിനു ശേഷം ഫാമിലി ഫോട്ടോ ഒക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്ത് അഞ്ചിൻ്റെ സിംഗിൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ പാപ്പനെയും മാമനെയൊക്കെ കൂട്ടാനായിട്ട് എത്തിയേക്കട്ടോ. അപ്പൊ അങ്ങനെ അവരെയും കൂടെ കൂട്ടി ഞങ്ങൾ കല്യാണത്തിന് പോകണം. ഇനി ഞങ്ങൾ കല്യാണത്തിന് എത്തിയിരിക്കുന്നത് നെല്ലിപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയിലേക്ക് കേട്ടോ. അപ്പൊ അവിടെ വെച്ചായിരുന്നു കല്യാണം. അപ്പൊ ഞങ്ങൾ ശരിക്കും എത്തിയത് ബിഫോർ ടൈം തന്നെയായിരുന്നു എന്ന് പറയാം. അപ്പൊ എന്തായാലും കുറച്ച് ടൈമൊക്കെ കിട്ടി ഞങ്ങൾക്ക് കുർബാനയ്ക്ക് മുമ്പ് എത്തിയതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഇത്തിരി നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തൊക്കെ അങ്ങനെ നടന്നു കേട്ടോ. പിന്നെ കുർബാനയുടെ സമയത്തൊന്നും എനിക്ക് അധികം ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല. കുർബാനയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രം ഞാൻ ഇത്തിരി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുർബാന ആരംഭിക്കേണ്ടത് ഇതാണ് കേട്ടോ, നമ്മുടെ നെല്ലിപ്പൊയിൽ പള്ളി. നല്ല രസമല്ലേ പള്ളി കാണാൻ? നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കുർബാന ആരംഭിക്കുകയാണ്. പിന്നെ കുർബാനയുടെ എൻഡിങ്ങിലും കുറച്ച് ഫോട്ടോ സെഷൻ കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആ വീഡിയോസൊക്കെ നമുക്കൊന്ന് കാണാം. Life is a winding road, no telling where it goes. Driving through days and nights, won't stop for traffic lights. And I really wanna know. അപ്പൊ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ ഫോട്ടോ സെഷന്റെ ടൈം കേട്ടോ. അപ്പൊ അവരിതാ അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പൊ അതിനുശേഷം ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ചെറുക്കന്റെയും പെണ്ണിന്റെയും ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ച് അച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ആന്റിയുടെ മോൾ എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിലെ സാരി എടുത്ത് നിൽക്കുന്നതാണ്. അവരുടെ മകന്റെ കല്യാണമാണ്. അപ്പൊ അങ്ങനെ എന്താ ആ ഫോട്ടോസ് എല്ലാം കഴിഞ്ഞ് പിന്നെ അവര് ഫാമിലി വൈസും ഫോട്ടോസ് ഒത്തിരിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങളൊക്കെ പിന്നെ പയ്യെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ഒരുപാട് റിലേറ്റീവ്സിനെ കാണാൻ പറ്റി അവിടെ വെച്ച്. അപ്പൊ എല്ലാവരെയും കണ്ട് വർത്താനം പറയാണ്. ഇവരൊക്കെ കുറെ പേര് വയനാട്ടിൽ നിന്നൊക്കെ വന്നവരുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഞങ്ങൾ ഈ വർഷം പോയിട്ടില്ല. എല്ലാ വർഷവും ഞങ്ങൾ വയനാട്ടിലേക്കൊന്നും പോകാറില്ല. നമുക്ക് ടൈം കിട്ടുന്ന വർഷങ്ങളിലും പറ്റുന്ന സമയത്തൊക്കെ പോകാറ്. മഴയൊക്കെ പിടിച്ച് നമുക്ക് ഒട്ടും പോകാൻ പറ്റില്ല. പിന്നെ ടൈമും കുറച്ചൊക്കെയുള്ള അങ്ങനത്തെയൊക്കെ മാസങ്ങളിൽ അങ്ങനത്തെയൊക്കെ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ കുറവാണ് പോകാറ്. വല്ലപ്പോഴൊക്കെയാണ് വയനാട്ടിലേക്ക് പോകാറ്. അപ്പൊ അവരൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പൊ ചേട്ടനായാലും കണ്ട് ഒത്തിരി വർത്താനം പറഞ്ഞു. ഇത് നമ്മുടെ മണവാളന്റെ പപ്പ കേട്ടോ. അപ്പോൾ ആ ചേട്ടനോടും കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഈ സമയത്ത് ഇവിടെ നല്ല തകൃതിയായിട്ട് ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഫ്ലവർ ഗേൾസും മണവാളിനും മണവാട്ടിയൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോ ഷൂട്ടിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ.
അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ആന്റിയുടെ മോൾ അവിടെ എത്തിയിട്ടോ. അപ്പൊ ആന്റിയുടെ മോളെയും കൂട്ടി ചേട്ടനും പിന്നെ ഞങ്ങൾ എല്ലാവരും ഒക്കെ നിന്ന് ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് സമയം ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് പാരിഷ് ഹാളിലേക്ക് പോകണം ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പൊ ഹാളൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേര് ക്രിസ്റ്റഫർ എന്നും റോസ് എന്നും കേട്ടോ. അപ്പൊ അവരുടെ ഫോട്ടോയുടെ ഫ്ലക്സ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആ ജ്യൂസ് ഒക്കെ എടുത്ത് കുടിക്കണം. അപ്പൊ പൈനാപ്പിൾ ജ്യൂസ് എല്ലാവരും എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കണം. അതിനൊപ്പം നമുക്ക് ചെറിയ രീതിയിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളിതാ ഹാളിന്റെ അകത്ത് കടന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇതേ ആരംഭിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ മ്യൂസിക് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കണം. അപ്പൊ നല്ല അടിപൊളി ഫുഡായിരുന്നു. പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഫുഡ് ഐറ്റംസ് ആയിട്ട്. അപ്പൊ അതിനകത്ത് നൈസ് പത്തിരിയും അതുപോലെ തന്നെ കപ്പ വേവിച്ചതും പിന്നെ ചോറും പല പല കറികളും സാലഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ഐറ്റം ഐസ്ക്രീം അല്ലെങ്കിൽ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. നമ്മുടെ ക്യാരറ്റ് ഹൽവ, ഐസ്ക്രീം, ഗുലാബ് ജാമുൻ പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റോസിന് പകരം മധുരം പകർന്നു നൽകുകയാണ്. And they are toasting to each other. And now it's time for happiness. We are giving a warm applause. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് നമ്മുടെ സന്തോഷം നമ്മൾ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെ സ്വീറ്റ്സ് ഐറ്റം ഒക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും പാരിഷ് ഹാളിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എപ്പോഴും ഓരോരോ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ചടങ്ങുകളൊക്കെ കാണാനായിട്ട് ഇങ്ങനെ അവിടെ കണ്ടു നിൽക്കായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോന്നു. കാരണം പിന്നെ ഫോട്ടോ സെഷൻ്റെ ഒക്കെ ടൈമായി. പിന്നെ ഇവിടെ നമുക്ക് നടക്കുന്ന ചടങ്ങുകളെല്ലാം ഞാനിപ്പോൾ അതിൻ്റെയൊക്കെ വോളിയം വയ്ക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ആ സമയത്തൊക്കെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ടൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇറങ്ങിയ സമയത്തും പുറത്തും നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ കണ്ട് അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. ആ സമയത്തൊക്കെ ഇവിടെ ഇതാ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ ഒത്തിരി ലേറ്റ് ആവും. ഞങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെ തിരിച്ചു പോകാൻ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അതെന്നെ കൊണ്ട് പിന്നെ ഇറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളിതാ ഇനി അവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും തന്നെ നല്ലപോലെ എൻജോയ് ചെയ്തു. ഒത്തിരി എന്താ പറയുക ഞങ്ങളുടെ റിലേറ്റീവ്സിനെ ഒത്തിരി പേരെ കാണാൻ പറ്റി ഈ കല്യാണത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലവരുടെയും വീടുകളിലേക്കൊക്കെ പോക്കൊക്കെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒഴിവാക്കാൻ പറ്റി. അവരൊക്കെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു കൊണ്ട്. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളിതാ തിരിച്ചു പോകണം. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ തിരിച്ചു പോകുന്നത് ഞങ്ങളുടെ മാമയുടെ ആങ്ങളയുടെ മോളുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിന്ന് പോണേ. അപ്പോൾ അതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് പാപ്പനെയും മാമനെയൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ അങ്ങനെ പാപ്പനെയും മാമനെയൊക്കെ കൂട്ടി ഞങ്ങളിത് ഇറങ്ങാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്തും കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളുടേതായത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ കല്യാണമൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് നാട്ടിൽ വന്ന് അങ്ങനെ ഒരു കല്യാണം കൂടാൻ പറ്റി. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. എങ്കിലേ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.